എക്സീഡ് ബുക്ക് ഓൺലൈൻ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഓൾറെഡി നിങ്ങളെ ഗ്രൂപ്പുകളിലേക്ക് സെൻഡ് ചെയ്ത മെസ്സേജ് ലിങ്ക്, പ്രൈസിൻ്റെ ലിങ്ക്, നിങ്ങളുടെ കുട്ടിയുടെ ഏത് ക്ലാസ് ആണോ എന്നുള്ളത് നിങ്ങൾ ആദ്യം LKG സെപ്പറേറ്റ് എല്ലാത്തിനും ഡിഫറെൻറ്റ് കോഡ് കൊടുത്തിട്ടുണ്ട്. അതിൽ ലിങ്ക് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡാണ് ഞാൻ ടൈപ്പ് ചെയ്ത്. അങ്ങനെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഗ്രേഡ് 1 ബുക്ക് സെറ്റ്, എക്സീഡ് ലേണോമീറ്റർ, സൂപ്പർ ടീച്ചർ ആപ്പ്, ഇതൊക്കെ ഇൻക്ലൂഡഡ് എമൗണ്ടാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിൽ 3 കണ്ടൻറ്റ്, ഗ്രേഡ് 1 ബുക്ക് ഉണ്ടാവും, സൂപ്പർ ടീച്ചർ പാരൻ്റ് ആപ്പ് ഉണ്ടാവും, എക്സീഡ് ലേണോമീറ്റർ ഉണ്ടാവും. അപ്പോൾ ബൈ നോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഡീറ്റെയിൽസ് അതിൽ 1ാം ക്ലാസ്സിൽ കാണിക്കും. എന്നിട്ട് ഇത്രയും 3 ബുക്കുകളാണ്. ഇൻ കേസ് നമുക്ക് ഈ ബുക്ക് ഓർഡർ ചെയ്യാൻ വീണ്ടും ബാക്കിലോട്ട് വന്നു ട്രൈ ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഒന്നും കൂടി ട്രൈ ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കണം. അങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ ഓൾറെഡി നേരത്തെ സെലക്ട് ചെയ്ത് വെച്ച 3 ബുക്കുകൾ നേരത്തെ സെലക്ട് 1ാം ക്ലാസ്സിൻ്റെ അവിടെ ഓൾറെഡി ഉണ്ടാവും. വീണ്ടും നമ്മൾ ബൈ നോ എന്ന് കൊടുക്കുകയാണെങ്കിൽ ടോട്ടൽ ഓൾറെഡി നേരത്തെ 3 ആയിരുന്നു, ഇപ്പം 3, ടോട്ടൽ 6 അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡബിളായിട്ട് വരും. അപ്പോൾ അങ്ങനത്തെ ചെയ്യുന്ന ക്ലിയർ കാർട്ട് ഉണ്ടാവില്ല മുകളിൽ, ഇതിന് ഏറ്റവും മുകളിൽ അതാ ക്ലിയർ കാർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മൊത്തം വീണ്ടും ഒഴിവാക്കിയതിന് ശേഷം വീണ്ടും ലിങ്കിലേക്ക് കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബുക്കുകൾ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇനി അടുത്തതായി LKGയുടെ ബുക്കാണ്. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ LKGയുടെ ബുക്ക് വന്ന് LKGയുടെ ബുക്കിലേക്ക് വന്ന് LKG ബുക്ക് സെറ്റും സൂപ്പർ ടീച്ചർ പാരൻ്റ് ആപ്പും ഈ 2 പ്രൊഡക്റ്റ് ഉണ്ടാവുക. മറ്റ് ലേണോമീറ്ററുകളും ഉണ്ടായിരുന്നു, ഇതിലില്ല 2 പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത് 2 പ്രൊഡക്റ്റുകൾ നമുക്ക് ഇത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്കൂളിൻ്റെ പേര് നവഭാരത് സെൻട്രൽ സ്കൂളാണ്. സ്കൂളിൻ്റെ പേര് നമ്മളിതിൽ ഈ ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് ഔട്ട് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി കൃത്യമായിട്ട് വളരെ ശ്രദ്ധിച്ച് ഇത് ഫില്ല് ചെയ്യണം. കാരണം ഇൻ കേസ് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ നമ്മൾ ഈ ഓൺലൈൻ ഡെലിവറിയാണ്, ഇത് ഫെയിൽഡായി പോകും. ശ്രദ്ധിച്ചിട്ട് ഓരോ അഡ്രസ്സുകളും കാര്യങ്ങളും വ്യക്തമായിട്ട് തെറ്റുകളില്ലാതെ എൻ്റർ ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ മെയിൽ ഐ ഡി നമ്മൾ കൊടുക്കുന്നത്, മെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിലിലേക്കാണ് ഇതിൻ്റെ ട്രാക്കിങ്ങും ഇതിൻ്റെ ബില്ലുകളും കാര്യങ്ങളൊക്കെ മെയിലിലേക്കാണ് വരിക. അപ്പോൾ മെയിൽ ഐ ഡി നിർബന്ധമായിട്ട് കൊടുക്കണം. മെയിൽ ഐ ഡി കൊടുത്തതിന് ശേഷം വീണ്ടും ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞാൽ പാരൻറ്റിൻ്റെ പേര്, അല്ലെങ്കിൽ ഫാദർ അല്ലെങ്കിൽ മദർ, ആരെ പേര് കൊടുത്താലും കുഴപ്പമില്ല, അവരുടെ പേരാണ് കൊടുക്കേണ്ടത്. അവരുടെ അഡ്രസ്സിലേക്കാണ് വരിക. കുട്ടിയുടെ പേര് കൊടുക്കരുത്. പാരൻറ്റിൻ്റെ അഡ്രസ്സ് പേര് മാത്രം കൊടുക്കുക. പാരൻറ്റിൻ്റെ പേര് കൊടുക്കുക. ലാസ്റ്റ് നെയിം, അതായത് ലാസ്റ്റ് നെയിം 2 പേരിൽ എന്തെങ്കിലും നിർബന്ധമായിട്ട് ലാസ്റ്റ് നെയിം എന്തെങ്കിലും കൊടുക്കുക. എന്നിട്ട് അഡ്രസ്സ്, സ്ഥലം, അതുപോലെ തന്നെ പോസ്റ്റ്, എന്തെങ്കിലും ലാൻഡ്മാർക്ക് ഉണ്ടെങ്കിൽ ലാൻഡ്മാർക്ക് അതിൽ കൃത്യമായിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കുന്നത് സ്കൂളിലെ അഡ്രസ്സായ വളക്കണ്ടിയാണ് സ്ഥലം, പറമ്പിൽപ്പിടിയ പോസ്റ്റ്. എന്തെങ്കിലും ലാൻഡ്മാർക്ക് ഉണ്ടെങ്കിൽ ലാൻഡ്മാർക്ക് കൂടി കൊടുക്കാം. ഇനി സിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളെ പോസ്റ്റ് കൊടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ സിറ്റി പോസ്റ്റ് കൊടുക്കാം. പിന്നെ നിർബന്ധമായിട്ട് കേരള പിൻകോഡ് വളരെ കൃത്യമായിട്ട് കറക്റ്റായിട്ട് അപ്പുറത്ത് കൊടുക്കണം. ഫോൺ നമ്പർ ഒരു കാരണവശാലും തെറ്റാൻ പാടില്ല. ഫോൺ നമ്പർ കൃത്യമായിട്ട് തെറ്റാതെ തന്നെ കൃത്യമായിട്ട് കൊടുക്കണം. ഇൻ കേസ് ഫോൺ നമ്പറിലായിരിക്കും ഡെലിവറി ചെയ്യുമ്പോൾ വിളിക്കുന്നത്, അപ്പോൾ കൃത്യമായിട്ട് ഫോൺ നമ്പർ കൊടുക്കണം. അപ്പോൾ റാസർ പേ ഗേറ്റ് വേ എടുക്കുക, അതാണ് എനിക്ക് ഒന്നും കൂടി ബെറ്റർ. 2 ഗേറ്റ് വേ ഉണ്ട്, Paytm ഉണ്ട്, റാസർ പേ ഉണ്ട്. അപ്പോൾ റാസർ പേ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് അടുത്തതായിട്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് വന്ന ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വന്ന ഡിസ്കൗണ്ട് കോഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് നൽകിയ ഡിസ്കൗണ്ട് കോഡ് ഉണ്ടാവും. ആ ഡിസ്കൗണ്ട് കോഡ് നിങ്ങൾ എൻട്രി ചെയ്താൽ മാത്രമേ നമുക്ക് ഞങ്ങൾ പറഞ്ഞ എമൗണ്ടിന് 1828 ആണ് അതിൽ റേറ്റ് വരുന്നത് LKG ബുക്കിന്. അപ്പോൾ ആ എമൗണ്ടിൽ കിട്ടുമെന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേ നോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പേ നോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റാസർ പേയുടെ ഗേറ്റ് വേയിലേക്ക് പോകും. സാധാരണ നമ്മളെല്ലാം ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഗൂഗിൾ പേ ഉണ്ടാവും, ഫോൺ പേ കൂടെ ചെയ്യാം, Paytm കൂടെ ചെയ്യാം, അതുപോലെ നെറ്റ് ബാങ്കിങ് വഴി കാർഡ് വെച്ച് ചെയ്യാം, HDFC നെറ്റ് ബാങ്കിങ് വഴി ചെയ്യാം. ഇത്രയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏതാണ് നിങ്ങൾക്ക് ആപ്റ്റഡ് ആയിട്ടുള്ളത്